ഈസ്റ്റർ സ്പെഷ്യലായിട്ട് മട്ടൺ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ടൈപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഞാൻ 1 കിലോ മട്ടനാണ്. ഇത് തൈരും മഞ്ഞളും ഉപ്പും ഇട്ട് നല്ലതുപോലെ കഴുകി നല്ലപോലെ വെള്ളം കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇച്ചിരി നല്ലതുപോലെ എടുത്തിട്ടുണ്ട്. ഒരു 2 വലിയ സ്പൂണുണ്ട്. ഇത് നല്ലപോലെ നമ്മൾ ചതച്ചാൽ മതി. നമ്മൾ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് അരയ്ക്കണ്ട. ഇത് നമുക്ക് ചേർക്കാം. പിന്നെ ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി നമുക്ക് ചേർക്കാം. നമ്മൾ ഗരം മസാലയാണ്. നമുക്ക് ഈ ഗരം മസാല ഞാനിത് ഒരു 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതും ചേർക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. ഒത്തിരി നിറച്ച് വേണ്ട, ഇത്ര മതിയാകും. നമ്മൾ കുരുമുളക് പൊടി ഇടുന്നത് കൊണ്ട് മുളക് പൊടി അധികം ഇടുന്നില്ല. ഒരു 1/2 സ്പൂണ് ഇത് കാശ്മീരി മിർച്ചാണ്. നമുക്ക് ഇതിടാം. ഇച്ചിരി മഞ്ഞളും കൂടി ഇടാം. ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി നമ്മളൊരു 3 വിസിൽ വരുമ്പോഴത്തേനും നമ്മുടെ മട്ടൻ വെന്ത് കിട്ടും. നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേവിപ്പിച്ചെടുക്കണം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഗ്യാസിൽ വെച്ച് ഞാൻ ഇപ്പോൾ ഒരു 3 വിസിൽ വരുന്നവരെ വെക്കാം. ഇനി നമുക്കത് വെന്ത് കഴിഞ്ഞിട്ട് ഞാനൊരു വലിയ സവോള എടുത്തിട്ടുണ്ട്. ഇച്ചിരി വലുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ സവോളയൊക്കെ വഴന്ന് കിടക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരു ചെറിയ തക്കാളിയാണിത്. പിന്നെ നമുക്ക് ഒരു 2-3 പച്ചമുളക് ഞാൻ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ. മട്ടനൊക്കെ മുളക് പൊടി കുറച്ച് ചേർക്കുന്നത് നല്ലത്. കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെ ഇടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. കുറച്ച് കരിവേപ്പില ഇടാം. നമുക്കിത് ആദ്യം ഒന്ന് ഈ മട്ടൻ വേവിച്ചെടുക്കാം. 3 വിസിലായിട്ടുന്നുണ്ട്. നമുക്ക് സ്റ്റീമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കുക്കർ തുറന്ന് നോക്കാം. മട്ടൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല വേവുള്ള മട്ടനാണെങ്കിൽ പിന്നെ ഒന്നും കൂടി നമ്മൾ അതനുസരിച്ച് വേവിക്കണം. ഇച്ചിരി വെള്ളമുണ്ട് ഇതിനകത്ത്. നമുക്കിതൊന്ന് ഗ്യാസ് ഓണാക്കി വെള്ളം പറ്റിക്കാം. ആ സമയത്തിന് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഒരു കടായി ചൂടാക്കിയിട്ട് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് മട്ടൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോഴത്തേന് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ്. കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴന്ന് കഴിയുമ്പോഴത്തേന് നമ്മൾ ആ മട്ടൻ ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലൊരു ഫ്രൈ ആക്കി എടുക്കണം. ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. ഇത്ര മതി. തീരെ നമ്മൾ ബ്രൗൺ ആക്കി കളയുന്നില്ല. ഇപ്പോൾ ഈ സമയത്ത് കണ്ടോ മട്ടൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിരിക്കുകയാണ്. നമ്മൾ ഈ അരപ്പോട് കൂടി തന്നെ ഇങ്ങനെ നമുക്കിപ്പോൾ ഈ ഉള്ളിക്കകത്തോട്ടിടാം. നമ്മളൊന്ന് സ്ലോ ആയിട്ടൊന്ന് ഗ്യാസ് വെച്ചാൽ മതി. എന്നാലേ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ. നമുക്ക് നല്ലതുപോലെ ഇളക്കി ഇച്ചിരി സമയം കൊണ്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മുടെ മട്ടൻ ഫ്രൈ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല നെയ്മയുള്ള ആട്ടിറച്ചിയായിരുന്നു. അതുകൊണ്ട് നല്ലപോലെ എണ്ണയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഈസ്റ്റർ സ്പെഷ്യൽ മട്ടൻ ഫ്രൈ നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ. ഈ ഈസ്റ്ററിന് എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്.